ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പോയിന്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഒരു പോയിന്റ് ഒരു സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യാം. വിത്ത് ആക്സലറേഷൻ ഗിവൺ ബൈ എ ഇസിക്കൽ ടു 15t. എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 15t - 20. അത് മൂവ് ചെയ്യുന്ന ആ പോയിന്റ് മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ആക്സലറേഷൻ. ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് അറ്റ് t ഇസിക്കൽ ടു 0. ടി ടൈം ആദ്യം 0 ആയിരിക്കും. ഈ പോയിന്റ് മൂവ് ചെയ്ത് 30 മീറ്റർ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം 5 സെക്കൻഡ്സ് ആവും എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദി ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദിസ് പോയിന്റ് ആഫ്റ്റർ ഇറ്റ് മൂവ്സ് ഫർദർ ഇൻ്റർവൽ ഓഫ് 5 സെക്കൻഡ്സ്. സോ ആദ്യം 5 മൂവ് ചെയ്ത് പിന്നെയും 5 മൂവ്, അതായത് ടൈം 10 സെക്കൻഡ്സ് ആകുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റിയും ആക്സലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കും. സോ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള എ പോയിന്റ് ഇസ് മൂവിങ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, ആക്സലറേഷൻ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് പാസസ് ത്രൂ റെഫറൻസ് പോയിന്റ് ടൈമും പിന്നെ റീച്ച് ചെയ്യുന്ന ഡിസ്റ്റൻസ് 30 മീറ്റർ. അതായത് തുടക്കത്തിൽ ആ പാർട്ടിക്കിളിൻ്റെ ടൈം പാർട്ടിക്കിൾ മൂവ് ചെയ്തെടുക്കുന്ന ടൈം 0 സെക്കൻഡ്സ് ആണ്. അത് 30 മീറ്റർ മൂവ് ചെയ്യുമ്പോൾ അതെടുക്കുന്നത് ടൈം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്സ്. സോ ടൈമും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഇത് വെച്ച് കണ്ടുപിടിക്കണം. സോ എ ഇസിക്കൽ ടു 15t - 20 ആണ്. സോ അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കുക? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 15t - 20. ഈ ആക്സലറേഷനെ വെലോസിറ്റിയുടെ ടേംസിൽ എങ്ങനെ എഴുതാം? dv/dt എന്ന് എഴുതി കൂടെ? വെലോസിറ്റി ബൈ ടൈമാണ് ആക്സലറേഷൻ. സോ dv/dt എന്ന് എഴുതാം. സോ ആക്സലറേഷൻ ഈക്വൽ ടു dv/dt. സോ എക്ക് വരും dv/dt എഴുതുക. സോ dv/dt വിൽ ബി ഈക്വൽ ടു എയുടെ ഇത് എഴുതുക 15t - 20. അങ്ങനെയാണെങ്കിൽ dv എന്ന് പറയുന്നത് എന്താണ്? 15t - 20 × dt. ഇനി ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോലെ. സോ ഇൻ്റഗ്രേറ്റിംഗ് dv വി വിൽ ഗെറ്റ് വെലോസിറ്റി. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 15t - 20 × dt. ഇതിൽ നിന്ന് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേഷൻ 15t² - 2 - 20t എന്ന് കിട്ടും. പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും കൂടെ വരും c1. അതാണ് വെലോസിറ്റി. ഇനി ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം, ds/dt. സോ വെലോസിറ്റി ഈസിക്കൽ ടു ds/dt. ds/dt ഈസിക്കൽ ടു വെലോസിറ്റി ആണ്. സോ വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ എഴുതുക 7.5t² - 20t + c1. ഇനി ഡിസ്റ്റൻസ് s കണ്ടുപിടിക്കാൻ എന്തിനാണ്? ds ഈസിക്കൽ ടു 7.5t² - 22 + c1 × dt. ഇതിൽ നിന്ന് s കണ്ടുപിടിക്കാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ടൈം dt. സോ ഇൻ്റഗ്രൽ ds ഈസിക്കൽ ടു ഇൻ്റഗ്രൽ ഓഫ് 7.5t² - 22 + c1 × dt. ആൻഡ് ഇതിൻ്റെ dsൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ s ആണ്, ഡിസ്റ്റൻസ് ആണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു 7.5t ഇൻ്റഗ്രൽ ഓഫ് 7.5t² - 22 + c1. t ടൈം വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ 7.5t³ - 20t² + c1 × t പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും കൂടെ വരും c2. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇതിൽ c1ഉം c2ഉം കണ്ടുപിടിക്കണം, കോൺസ്റ്റൻസ്. അത് കണ്ടുപിടിക്കാനായിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട്. ഇതാണ് മെയിൻ ഇക്വേഷൻ. s = 2.5t³ - 10t² + c1 + c2 ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നമ്മൾ ഈ c1ഉം c2ഉം കൂടെ കണ്ടുപിടിക്കണം, കോൺസ്റ്റൻസ്. അതിന് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ആണ്. 2 കണ്ടീഷൻസാണ് പറയുന്നത്. എന്താണ്? എ പോയിന്റ് ട്രാവൽ ചെയ്യുന്നത് റെഫറൻസ് പോയിന്റ് t. സോ റെഫറൻസ് പോയിന്റ് t എന്ന് പറഞ്ഞാൽ അറ്റ് t = 0 ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 0 തന്നെയാണ്. ടൈം 0 സെക്കൻഡ്സിൽ ഡിസ്റ്റൻസ് ഒന്നും ട്രാവൽ ചെയ്യുന്നില്ല. സോ t = 0ൽ s എന്ന് പറയുന്ന ഡിസ്റ്റൻസും വിൽ ബി ഈക്വൽ ടു 0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ എസ്സിന് 0 ഇട്ട് കൊടുക്കുക, ടിക്കും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ c1ൻ്റെ വാല്യൂ അല്ലെങ്കിൽ c2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ എസ്സിന് 0 വിൽ ബി ഈക്വൽ ടു ടിക്ക് 0. അപ്പോൾ 0 മൈനസ് ഇവിടെയും ടിക്ക് 0 -0 പ്ലസ് c1 × ടിക്ക് 0 പ്ലസ് അപ്പോൾ ഇവിടെയും 0 പ്ലസ് c2. അപ്പോൾ c2 0 എന്ന് കിട്ടി. സോ എസ്സിന് പുതിയ ഇക്വേഷൻ എഴുതുക. s = 2.5t³ - 10t² + c1t പ്ലസ് c2ന് വരും 0. അതാണ് പുതിയ ഇക്വേഷൻ. ആ ഇക്വേഷൻ എഴുതി. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് എന്താണ്? പോയിന്റ് 30 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ടൈം എടുക്കുന്ന എത്രയാണ്? 5 സെക്കൻഡ്സ് എന്ന് പറയുന്നുണ്ട്. സോ എസ്സിന് 30 കൊടുക്കുക വെൻ ടൈം = 5 സെക്കൻഡ്സ്. സോ ഇവിടെ എസ്സിൻ്റെ പുതിയ ഇക്വേഷനിൽ എസ്സിന് 30 ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. സോ എസ്സിന് 30 ഇട്ട് കൊടുക്കുമ്പോൾ ടൈം എത്രയാവും? 5 സെക്കൻഡ്സ് ഇട്ട് കൊടുക്കുക. സോ ടൈമിന് 5 ഇട്ട് കൊടുക്കുക. സോ 2.5 × 5³ - 10 × 5² + c1 × 5 പ്ലസ് 0. അതവിടെ ഇല്ല, c2 0. സോ ഇതിൽ നിന്ന് c1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. c1 -6.5 എന്ന് കിട്ടും. സോ c1ൻ്റെ വാല്യൂ -6.5ഉം c2ൻ്റെ വാല്യൂ 0യും അത് മെയിൻ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. മെയിൻ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. s = 2.5t³ - 10t² + c1t + c2. c1ന് 6.5ഉം c2ന് 0. സോ മെയിൻ ഇക്വേഷൻ എന്താവും? s = 2.5t³ - 10t² -6.5 × t എന്ന് വരും.
C1 6.5 ഇട്ട് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ ഡിസ്റ്റൻസ്. ഇനി എന്താണ് സമയം 10 സെക്കൻഡ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സലറേഷനും കണ്ടുപിടിക്കുക. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് സമയം ഇനി ടിക്ക് എത്ര ഇട്ട് കൊടുക്കണം? 10 സെക്കൻഡ്സ് ഇട്ട് കൊടുക്കണം. സോ S is equal to 2.5 when T is equal to 10 seconds. S is equal to Tക്ക് വരാൻ 10 ഇട്ട് കൊടുക്കുക. സോ എന്ത് കിട്ടും? S is equal to 1435 എന്ന് കിട്ടും. ഇനി വെലോസിറ്റി കണ്ടുപിടിക്കുക when T is equal to 10 seconds. സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചു. വെലോസിറ്റി is equal to എത്രയാണ്? 7.5 T² minus 22 plus C1. അതിൽ C1 നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു എത്ര? 6.5 minus 6.5. സോ വെലോസിറ്റിക്ക് ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. വെലോസിറ്റി is equal to 7.5 T² minus 10T minus 6.5 എന്ന് ഇട്ട് കൊടുക്കുക. അതിൽ ടിക്ക് എത്ര ഇട്ട് കൊടുക്കുക? 10 സെക്കൻഡ്സ് ഇട്ട് കൊടുക്കുക. സോ അത് കിട്ടുമ്പോൾ വെലോസിറ്റി 543.5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആക്സലറേഷൻ വെൻ T is equal to 10 seconds. ഇപ്പോൾ എത്ര ഇട്ട്? ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ആൾറെഡി അറിയാം. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 15T minus 20 എന്നുള്ള. ഇതേ ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നിട്ടുണ്ട്. അതിൽ ടിക്ക് 10 ഇട്ട് കൊടുക്കുക, 10 സെക്കൻഡ്സ് ഇട്ട് കൊടുക്കുക. ടി എന്ന് പറഞ്ഞാൽ ടൈം 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്യുമ്പോൾ എത്രയാണെന്നുള്ളത് നോക്കുക. ടിക്ക് 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 130 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ.